ഹലോ എവരിവൺ, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ വർക്കലയുടെ നോർത്ത് ക്ലിഫ് വ്യൂ പോയിൻറ്റും അതിൻ്റെ സമീപത്തായിട്ടുള്ള സ്ട്രീറ്റും എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ കുറേ ദൂരം നടന്ന് ഇപ്പോൾ തിരിച്ച് നടക്കുകയാണ്. ഇതിൻ്റെ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഈവൻ 1 or 2 കിലോമീറ്റേഴ്സോ നടക്കാൻ ഈ സ്ട്രീറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാത്രമേ നടന്നിട്ടുള്ളൂ, ബാക്കി തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ സൈഡിൽ നോക്കി കാണാം ഒരുപാട് കളേഴ്സ്, ഒരുപാട് ലൈറ്റ്സ്, ഒരുപാട് ഷോപ്സ്, ഒരുപാട് മാർസ്, കഫേസ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ഭയങ്കര ലൈവാണ് ഈ രാത്രി സമയത്തും. രാത്രി 8 മണി കഴിഞ്ഞു എന്നിട്ടും ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നല്ല വൈബ്രൻറ്റ് അറ്റ്മോസ്ഫിയറാണ്, നല്ല വൈബാണ്. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ മറ്റേ എൻഡിൽ ക്ലിഫാണ്. അപ്പോൾ ക്ലിഫിൽ നിന്ന് താഴെ വീഴാതിരിക്കാൻ പ്രൊട്ടക്ഷനായിട്ട് ഒരു അയൺ ഫെൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലിഫിൻ്റെ താഴെ ബീച്ചാണ്. ബീച്ചിൽ ഈ സമയത്തും, ഈ രാത്രി സമയത്തും ആളുകൾ ഉണ്ട്. ബീച്ചും ഭയങ്കര ആക്റ്റീവാണ്. താഴോട്ട് ബീച്ചിലേക്ക് ഇറങ്ങാൻ ഈ ക്ലിഫിൻ്റെ 1-2 ഭാഗത്ത് ചെറിയ സ്റ്റെപ്സ് ഉണ്ട്. താഴോട്ട് ഒരുപാട് ഇറങ്ങാനുണ്ട്. നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇറങ്ങാനും കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇറങ്ങാതിരിക്കാതെ ഈ സ്ട്രീറ്റിൽ നിന്നിട്ട് തന്നെ ഈ ബീച്ച് വ്യൂ കാണാം. ഈ ക്ലിഫിൽ നിന്ന് താഴോട്ട് നോക്കിയിട്ട് ബീച്ച് വ്യൂവും പിന്നെ കടലും എല്ലാം കാണാം. അപ്പോൾ രാത്രിയും വ്യൂസ് എല്ലാം ബ്യൂട്ടിഫുള്ളാണ്. എന്നാലും വൈകുന്നേരം പ്രത്യേകിച്ച് സൺസെറ്റിൻ്റെ ടൈമിൽ കടലിലെ വ്യൂസ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക വൈബാണ്. ആ സമയത്ത് കടലിൽ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ ഒരുപാട് വിദേശികളുണ്ട്. മലയാളികൾ മാത്രമല്ല, അന്യസംസ്ഥാനത്തു നിന്നുള്ളവരും ഒരുപാടുണ്ട്. അതിന് പുറമെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇഷ്ടംപോലെ വിദേശികൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻസ്, അമേരിക്കൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ കടകളിലുള്ള സാധനങ്ങൾ. കാരണം ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ്. വില ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലെ മറ്റ് സാധനങ്ങൾ മറ്റ് കടയിൽ കിട്ടുന്നതിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഈവൻ ഒരു 4 times വിലയൊക്കെയാണ് ഓരോ സാധനങ്ങൾക്കും. അതുപോലെ തന്നെ കഫേസിലും റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ ഓരോ ഡിഷസിനും ഭയങ്കര വിലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുദ്ദേശിച്ചല്ല, അത് വിദേശികളെ ഉദ്ദേശിച്ചാണ് ഇത്രയും വില കൂട്ടി അവർ വിൽക്കുന്നത്. കാരണം വിദേശികളെ സംബന്ധിച്ചിടത്തോളം ഇത് ചീപ്പാണ്. അവർക്ക് അവരുടെ നാട്ടിൽ ഈ സാധനങ്ങൾക്ക്, ഇതേ സാധനങ്ങൾക്കുള്ള വിലയെ അപേക്ഷിച്ച് ഇവിടുത്തെ വില കുറവാണ്. പക്ഷെ നമുക്ക് ഇത് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ വാക്ക് ചെയ്യാണ്. നല്ല വൈബാണ് ഇവിടുത്തെ ഈ നൈറ്റ് വൈബും ക്ലൈമറ്റും പിന്നെ ഡെക്കറേഷൻസും. ഇവിടെ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണാം. സ്റ്റാർസൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഈവൻ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഒരുപാട് ടൈമായി, 1 മാസത്തോളമായി. ഇപ്പോൾ ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് January 30th. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ എന്തോ മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്തോ മ്യൂസിക്കും വയലിനും പാട്ട് പാടുന്നതൊക്കെ ഉണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ക്രിസ്മസ് ഡെക്കറേഷൻസ്. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ട് നോക്കാം. ഇവിടെ റെസ്റ്റോറൻറ്റ്സിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഒരു 90% ആളുകളും വിദേശികളാണ്, ഇന്ത്യക്കാരല്ല, വിദേശികളാണ്. ഇവിടുത്തെ ഏത് റെസ്റ്റോറൻറ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അങ്ങനെ കാണാം. 90% മറ്റ് രാജ്യക്കാരാണ്. ഓക്കെ, നമുക്ക് കുറച്ച് നേരം ഇത് കേൾക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ എൻഡ് പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് പുറത്ത് കിടക്കാം. അപ്പോൾ ഇതാണ് എൻഡ് പോയിൻറ്റ്. ബാബാക്ക ധാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഓർ കഫേ ഇവിടെ കാണാം. അപ്പോൾ ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇതിലൂടെ തന്നെയാണ് നമ്മൾ എൻട്രിയും, ഇതിലൂടെ തന്നെയാണ് എക്സിറ്റും. മറ്റേ എൻഡിൽ എക്സിറ്റ് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, കാരണം അതിലൂടെ ഞങ്ങൾ പോയില്ല. ഇവിടെ തന്നെയാണ് താഴോട്ട് ഇറങ്ങാനുള്ളൊരു പാത്ത് വേ കൂടി ഉണ്ട്, അതായത് ബീച്ചിലോട്ട് ഇറങ്ങാൻ. ഇവിടെ ഓട്ടോയും ടാക്സിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവർ നിങ്ങളെ ഹോട്ടലിലോട്ടോ റിസോർട്ടിലോട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റാൻഡിലേക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ കൊണ്ടുപോകും. പക്ഷേ അവർ പറയുന്ന റേറ്റ് കൊടുക്കേണ്ടി വരുന്നു മാത്രം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ വിൽ ബി ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. ഗുഡ് ബൈ.